അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവ വസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഥാസ്ഥാനപ്പെടുവീൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. യഥാസ്ഥാനപ്പെടുവീൻ. നാം പല പല കാര്യങ്ങൾ ചിന്തിച്ചു. കുശവൻ്റെ കയ്യിൽ പാത്രം ചീത്തയായിപ്പോയി. എന്നാൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ പാത്രം ചീത്തയായിപ്പോൾ കുശവൻ അത് എറിഞ്ഞ് കളയാതെ അത് വീണ്ടും ഇടിച്ച് പൊടിച്ച് അത് കുഴച്ച് വേറെ രീതിയിലുള്ളൊരു പാത്രമാക്കി തീർത്തു. റീമോൾഡിങ്. ഏലിയാവ് ക്ഷീണിതനായിരുന്നു. ഏലിയാവ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓടുകയായിരുന്നു. ചെറിയ തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു. ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടി, ഏലിയാവേ നീ ഇത് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഏലിയാവ് എടുത്ത് തിന്നു. പിന്നെയും ഏലിയാവ് കിടന്നുറങ്ങി. വീണ്ടും ദൈവദൂതൻ പിന്നെയും വന്നു, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ക്ഷീണിച്ചു പോയ ഏലിയാവിന്, ശുശ്രൂഷയുടെ കനത്ത ആഘാതത്തിൽ ക്ഷീണിച്ചു പോയ ഏലിയാവിന് പുതുശക്തി ദൈവം കൊടുത്തു. ഏലിയാവിനെ യഥാസ്ഥാനപ്പെടുത്തി. പിന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവമാക്കി. ശുശ്രൂഷ എനിക്ക് ശുശ്രൂഷയും വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയ ആളാണ് ഏലിയാവ്. ഏലിയാവിനെ യഥാസ്ഥാനപ്പെടുത്തി. ഈ യോനാ പ്രവാചകൻ ദൈവം പറഞ്ഞ വഴിക്ക് നടക്കാതെ, ദൈവം പറഞ്ഞ വഴിക്ക് പോകാതെ സ്വന്തം ഇഷ്ടപ്രകാരം തർശീസിലേക്ക് പോയി. നിനവയിലേക്ക് പോകാൻ പറഞ്ഞ പ്രവാചകൻ നിനവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോയി. കിഴക്കോട്ട് പോകേണ്ടവൻ പടിഞ്ഞാറോട്ട് പോയി. പക്ഷേ ദൈവം യോനാ പ്രവാചകനെ യഥാസ്ഥാനപ്പെടുത്തി. വീണ്ടും രണ്ടാം പ്രാവശ്യം അരുളപ്പാട് കൊടുത്തു.
ദൈവം ഉദ്ദേശിച്ച ആ ശുശ്രൂഷ യോന പ്രവാചകനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു, യഥാസ്ഥാനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതിനാണ്. എല്ലാം ഓർമ്മിക്കുകയല്ല, നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ. പത്രോസിനെ കർത്താവ് റീഗെയിൻ, വീണ്ടും കർത്താവ് നേടിയെടുത്തു. പത്രോസ് കർത്താൻ തള്ളി പറഞ്ഞു പോയിരുന്നു. തള്ളി പറഞ്ഞു പോയ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. ഇവന് ഞാൻ അറിയുന്നില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. ഇവൻ എനിക്ക് പരിചയമില്ല. ഒരാൾ പറഞ്ഞു, നിൻ്റെ ഉച്ചാരണവും നിന്നെ ഒഴിവാക്കുന്നല്ലോ, നീ ആ കൂട്ടത്തിലുള്ളവർ സത്യം എന്ന് പറഞ്ഞു. ഇല്ല, ഞാനവനെ അറിയില്ല. കർത്താവിനെ തള്ളിപ്പറഞ്ഞു. 3.5 കൊല്ലം ഈ യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് എത്രയെത്ര അത്ഭുതങ്ങൾ കണ്ടതാണ്, എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടതാണ്. പക്ഷേ എല്ലാം മറന്നുപോയി. പ്രാണഭയം വന്നപ്പോൾ എല്ലാം മറന്നുപോയി. പീലാത്തോസിന് മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന കർത്താവിനെ കണ്ടപ്പോൾ പത്രോസ് എല്ലാം മറന്നുപോയി. ഗത്സമനിൽ ഏങ്ങടിച്ച് കരയുന്ന കർത്താവിനെ കണ്ടപ്പോൾ പത്രോസിൻ്റെ സമർപ്പണമെല്ലാം മാറിപ്പോയി, തളർന്നുപോയി. ഇന്ന് നമ്മിൽ പലരും തളർന്നിരിക്കുകയാണ്. എന്നാൽ പത്രോസിനെ കർത്താവ് റീഗെയിൻ ചെയ്തു. മഗ്ദലന മറിയാമിനോട് പറഞ്ഞു, നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയിപ്പിൻ. പത്രോസിൻ്റെ കാര്യം കർത്താവ് പ്രത്യേകം ഓർത്തു. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! പത്രോസിനോട് നീ എന്ന് പറയുക എന്ന് പറഞ്ഞത്. നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് പത്രോസ്. പക്ഷേ പത്രോസിനോട് പ്രത്യേകിച്ച് വിളിച്ച് പത്രോസിന് പറയുകയാണ്, യേശു ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് ഏൽപ്പിച്ചു. സ്തോത്രം. അതിനുശേഷം കർത്താവ് പിന്നെയും പ്രത്യക്ഷനായി. കർത്താവ് ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നു. അന്ന് പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അവരുടെ നേരെ തൻ്റെ കര ഉയർത്തി, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. പത്രോസിൻ്റെ മേലും ഊതി. ഓരോരുത്തരുടെ മേലും ജീവശ്വാസം വന്നു. ആത്മാവിൻ്റെ ശക്തിയേറിയ വിശ്വാസം വന്നു. സ്തോത്രം, ഭാഗ്യം. പത്രോസ് യഥാസ്ഥാനപ്പെട്ടു. പക്ഷേ അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. നമുക്ക് വായിക്കാം 21-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കാം. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പത്രോസ് മറ്റുള്ളവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ 3.5 കൊല്ലം പാഴായിപ്പോയി. കർത്താവിൻ്റെ കൂടെ നടന്നു, പക്ഷെ പാഴായിപ്പോയി. കർത്താവ് ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളൊരു ആശ വെച്ചിരുന്നു, പാഴായിപ്പോയി. ഞാൻ പോവുകയാണ്, പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടയാളാണ്. കർത്താവ് പത്രോസിന് മേൽ ഊതിയതാണ്. കർത്താവ് വ്യക്തമായി പത്രോസിന് പ്രത്യക്ഷമായി സംസാരിച്ചതാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം കൊടുത്തതാണ്. എങ്കിലും ആ കിട്ടിയ സമാധാനം നിലനിന്നില്ല. യഥാസ്ഥാനപ്പെട്ടു, പക്ഷേ നിലനിർത്തിയില്ല. നിങ്ങളിൽ പലരും അങ്ങനെയാണ്. പലരും ഇടയ്ക്കൊരു അനുതാപം വന്നു, കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു. ഇടയ്ക്ക് ചില തീരുമാനങ്ങൾ വന്നു, കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പഴയ പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന ശുശ്രൂഷ തിരികെ കൊണ്ടുവന്നു. നിങ്ങളുടെ ആത്മവീര്യം തിരികെ തന്നു. പക്ഷേ പിന്നെയും തളർന്നു. വീണ്ടും വീണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്, ഏറ്റക്കുറച്ചിലുകളുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. ചിലപ്പോൾ നല്ല പെരുത്ത ഉത്സാഹം, ചിലപ്പോൾ തീരെ തളർന്ന അനുഭവം. എന്നാൽ ഈ തളർന്ന അനുഭവം വരുമ്പോൾ നാം വേലയ്ക്ക് പോവുകയല്ല വേണ്ടത്. തളർന്ന അനുഭവം വരുമ്പോൾ നാം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ആത്മാവ് തളർന്നു പോയല്ലോ, എവിടെയോ തളർച്ച പറ്റിയല്ലോ, എവിടെയോ ക്ഷീണം പറ്റിയല്ലോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തോ ഒരു മ്ലാനത വന്നല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങൾ പരിശോധിക്കണം, എവിടെയെങ്കിലും തെറ്റുപറ്റിയോ? കർത്താവിൻ്റെ കൃപ എനിക്ക് ലഭിച്ചതിന് ശേഷം എവിടെയെങ്കിലും തെറ്റുപറ്റിയോ? ദൈവസന്നിധിയിൽ ഞാൻ നല്ലൊരു സമർപ്പണം എടുത്തു, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിച്ചു. അതിനുശേഷം എവിടെയെങ്കിലും എനിക്ക് പാളിച്ചു വന്നു, എൻ്റെ മനോഭാവത്തിൽ തെറ്റുകൾ വന്നു. പ്രവൃത്തിയിൽ ഭയങ്കരമായ പാവങ്ങളിലേക്കൊന്നും പോയില്ല, ശരിയാണ്. എങ്കിലും എന്തിലെങ്കിലും തെറ്റുപറ്റിയോ? എൻ്റെ ചിന്താഗതിയിൽ തെറ്റുപറ്റിയോ? എൻ്റെ മനോഭാവത്തിൽ തെറ്റുപറ്റിയോ? ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ 99% നിങ്ങൾക്ക് പിടികിട്ടും. പക്ഷേ 1% കിട്ടില്ലെന്ന് ഞാൻ പറയും. കാരണം ആ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ന്യായീകരണങ്ങളുണ്ട്. ന്യായീകരണം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാലൊന്നും കിട്ടുകയില്ല.
ഏതെങ്കിലും കുറ്റബോധം കിട്ടുമ്പോഴേക്കും അതിന് ഇന്ന കാരണം കൊണ്ടല്ലേ എനിക്ക് തെറ്റ് പറ്റിയതെന്നുള്ള ചിന്ത വരും. ഇന്ന കാരണം കൊണ്ടല്ലേ എനിക്ക് തെറ്റ് പറ്റിയത്, ആ ചിന്ത വരുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടാൻ പറ്റാതെ പോകും. അപ്പോൾ ചെയ്യണം, എനിക്ക് എവിടെയാണ് മ്ലാനത പറ്റിയത്, എവിടെയാണ് എനിക്ക് ക്ഷീണം പറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ, അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഉയർച്ചയും താഴ്ചയും ക്രിസ്ത്യ ജീവിതത്തിലുണ്ട്. താഴ്ച വരാം, ചിലപ്പോൾ ക്ഷീണം വരാം, ആത്മാവിൽ മാന്യം വരാം. പക്ഷേ ആ മാന്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. നെക്സ്റ്റ് അടുത്ത പടി ഉടനെ ചിന്തിക്കണം, എവിടെയാണ് തെറ്റ് പറ്റിയത്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ശരി, ഒന്നും ഓർമ്മ കിട്ടില്ല. എന്താ ചെയ്യണം? നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. എൻ്റെ കർത്താവേ, നീ എനിക്ക് എന്തെല്ലാം നന്മകളാണ് എനിക്ക് ചെയ്തത് ചിന്തിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം നന്മകളാണ് എനിക്ക് തന്നത്, എന്തെല്ലാം കാര്യങ്ങൾ. ഓരോന്നങ്ങ് ഓർക്കാൻ തുടങ്ങുകയാണ്. ഓരോന്ന്. ദൈവം എന്നെ ഒരു നല്ല കൂട്ടായ്മയിൽ കൊണ്ടുവന്നു, ദൈവമേ നിനക്ക് സ്തുതി. സത്യവചനം എന്നെ കേൾക്കാനിടയായി, ദൈവമേ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, ഒരു നിക്ഷിപ്ത താല്പര്യം ഒന്നുമില്ലാത്തൊരു കൂട്ടായ്മയിലേക്ക് ഞാൻ കൊണ്ടുവന്നു, കർത്താവേ നിനക്ക് സ്തുതി. ദൈവത്തിൻ്റെ വചനം എനിക്ക് മറുപടിയായി തന്നുകൊണ്ടിരുന്നു, ദൈവമേ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, എനിക്ക് അനേകം ഭാരങ്ങളുണ്ടായിരുന്നു, കർത്താവേ അത് പലതും നീ എനിക്ക് മാറ്റി തന്നു, ദൈവമേ നിനക്ക് സ്തുതി. കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു, ദൈവമേ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, നീ തന്ന അനുഗ്രഹങ്ങളോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഓരോന്ന് ചകഞ്ഞെടുത്ത് അനുഗ്രഹങ്ങൾ, ഓരോന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ, പ്ലസ് പോയിൻറ്റ്സ് ഓരോന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നീ എനിക്ക് വിദ്യാഭ്യാസം തന്നു, ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, പണ്ടുണ്ടായിരുന്ന ദുശ്ശാഠ്യവും കോപവും മാറ്റി തന്നു, ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നീ എനിക്ക് കഞ്ഞി കുടിക്കാൻ മാർഗം തന്നു, ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, എനിക്ക് തന്ന കുഞ്ഞുങ്ങൾ ബുദ്ധിയുള്ളവരാണ്, കർത്താവേ നിനക്ക് സ്തുതി. എൻ്റെ കർത്താവ്, ഓരോന്ന് പ്ലസ് പോയിൻറ്റ്സ് എല്ലാം ഇങ്ങനെ എണ്ണണം, ഓരോന്നായിട്ട് എണ്ണണം. മൈനസ് പോയിൻ്റ് ഒന്നും നോക്കരുത്. നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതിലേക്ക് നോക്കരുത്, ഉണ്ട് എന്നുള്ളതിലേക്ക് നിങ്ങൾ നോക്കണം. എന്തെല്ലാം ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ അനേകം കാര്യങ്ങൾ ഓർത്തോർത്ത് വരുമ്പോഴേക്കും നിങ്ങളറിയില്ല നിങ്ങളുടെ ക്ഷീണം മാറിയിരിക്കും. നിങ്ങളറിയാതെ നിങ്ങളുടെ ക്ഷീണം മാറുമെന്ന് മാത്രമല്ല, നിങ്ങൾ ഉള്ളഴിഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഇതുവരെ അക്ഷരാർത്ഥത്തിൽ സ്തുതിച്ചു, പക്ഷേ ഇനി അങ്ങനെയല്ല, ആത്മീയമായി സ്തുതിക്കും, ആത്മാവിലായി സ്തുതിക്കും. ആത്മാവിലായി സ്തുതിക്കുമ്പോഴേക്കും ഈ ജീവൻ ശക്തിയായിട്ട് നിങ്ങളിലേക്ക് പ്രവഹിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വരും. പിന്നെ നല്ല കൃപയിലായി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ വേല ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, താഴ്ചകളും ഉയർച്ചകളും ഉണ്ട് ജീവിതത്തിൽ, ആർക്കും ഉണ്ട്. പക്ഷേ തളർന്നിരിക്കരുത്, ഒരിക്കലും തളർന്നിരിക്കരുത്. പെട്ടെന്ന് തിരിഞ്ഞ് നാം അത് യഥാസ്ഥാനപ്പെടണം. പത്രോസിന് പറ്റിയ അപകടം, ഇതെല്ലാ അനുഭവങ്ങളും കിട്ടി. മഗ്ദലമറിയാൻ പറഞ്ഞ കാര്യത്തിന് പുറമേ കർത്താവ് നേരിട്ടു എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളിന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ഊതി. എന്നിട്ടും പത്രോസിന് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും വാട്ടം വന്നു. മനുഷ്യരെല്ലാം കുറേയേറെ വാട്ടമുള്ളവരാണ്. നിങ്ങളും അതെ. ഓരോ കാര്യങ്ങളിലും ചില കാര്യങ്ങൾ വാട്ടമുണ്ട്. എന്തിനാ വാട്ടം വരുന്നത് ചിന്തിച്ചാൽ ഒരു കാര്യവുമില്ല, മറ്റുള്ളവർ നോക്കിയാൽ ഒരു കാര്യവുമില്ല. പക്ഷേ അവരവർ നേരിടുന്ന ചില ദുർഗതികൾ, ചില പ്രശ്നങ്ങൾ, അവരവർ നേരിടുന്ന ചില പ്രതിസന്ധികൾ, അതിനെ നേരിടുമ്പോഴാണ് നിങ്ങളുടെ വാട്ടം വന്നു കൂടുന്നത്, നിങ്ങളുടെ ക്ഷീണം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തളരാതെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതിന് പകരം പത്രോസ് കാര്യം ചെയ്തു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് കേട്ടോ, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. 3.5 വർഷം മുൻപ് ഗലീലക്കടലിൻ്റെ ആ പെരുത്ത മീൻകൂട്ടം കിട്ടിയ നല്ലൊരു മീൻപിടുത്തത്തിന് ശേഷം അന്ന് പത്രോസ് പടകും വലയും ഇട്ട് കർത്താവിനെ അനുഗമിച്ചതാണ്, വലിയൊരു തീരുമാനം എടുത്തതാണ് 3 വർഷത്തിന് മുൻപ്. ഇപ്പോഴിതാ പത്രോസ് പറയുകയാണ്, ഞാൻ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. മീൻപിടുത്തമെല്ലാം വിട്ടതാണ്. കർത്താവ് വാഗ്ദത്തം കൊടുത്തു, നീ ഇനി മീനെയല്ല പിടിക്കേണ്ടത്, മനുഷ്യരെ പിടിക്കും. അനേകം ആത്മാക്കളിൽ നേടുമെന്നെല്ലാം വാഗ്ദത്തം കിട്ടിയതാണ്. പക്ഷേ പത്രോസ് പറയുകയാണ്, വയ്യ, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് കേട്ടോ. തളർന്ന സ്വരം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം തളർന്നാൽ അനേകർ തളരും, മറക്കരുത്. ഒരാൾ തളർന്നാൽ അനേകർ തളരും. ഭർത്താവ് തളർന്നാൽ ഭാര്യ തളരും. ഭാര്യ ഒരുപക്ഷെ ആത്മീയമായി തളർന്നാൽ ഭർത്താവ് തളരും. തളർച്ച വരരുത്. നിങ്ങളൊരു ഗോവണി സങ്കല്പിക്കൂ, ഒരു ഗോവണിയിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുക. ഓരോ പടിയിലും 1-2 പേരുണ്ട്, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അങ്ങ് അറ്റത്ത് ഏറ്റവും മുകളിൽ കയറിയ ആൾ താഴോട്ട് വീണാൽ, തെന്നിപ്പോയാൽ പിറകെ വരുന്ന എല്ലാവരെയും കൂടെ വീഴിക്കും. ഏറ്റവും മുൻപന്തിയിൽ പോയിക്കൊണ്ടിരുന്നയാൾ വീണ് പോയാൽ പിറകെ ഇങ്ങനെ കയറി വരുന്ന എല്ലാവരെയും കൂടെ വീഴിക്കും.
ഒന്നാമത്തെ തട്ടിലോ രണ്ടാമത്തെ തട്ടിലോ വെച്ചാണ് വീണതെങ്കിൽ അത്ര വരുത്ത് പേർക്ക് അപകടം വരില്ല. ഇതോ ആ ഗോണിയിൽ കൂടി കയറുന്ന എല്ലാവർക്കും അപകടം വരും. നാം ഓരോരുത്തരും ദേശത്തിൻ്റെ കാവൽക്കാരാണ്. സ്തോത്രം. നാം ഓരോരുത്തരും നമ്മുടെ ഭവനത്തിൻ്റെ കാവൽക്കാരാണ്. നാം ഓരോരുത്തരും നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ കാവൽക്കാരാണ്. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കർത്താവേ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നല്ലതുപോലെ മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. അവിടെ വരുന്നൊരു അപകടമുണ്ട്. എന്നെ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ പോലും ആ യഥാസ്ഥാനം വിടുന്നത് നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട് അതിന് പിന്നിൽ. എന്താണ് നിഗൂഢ ലക്ഷ്യങ്ങൾ? എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ എല്ലാവരുടെയും മധ്യത്തിലൊരു നേതാവായി വരണം, ഞാൻ എല്ലാവരെയും ഭരിക്കുന്ന ഒരാളായി തീരണം, ഞാൻ മൂലം മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടണം. ശരിയാ, അനുഗ്രഹം കിട്ടണം. പക്ഷേ ഈ ഒരു ഞാൻ അകത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേൽക്കാത്തത്. ഒരു ഞാൻ യഥാസ്ഥാനപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരികെ കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ എനിക്കൊരു പ്രശംസയുണ്ട്. ഞാൻ എന്ന ആ വ്യക്തിത്വത്തിൽ ഒരു ആശ്രയവും അഭിമാനവും ഉണ്ട്. അത് പാടില്ല. ഞാൻ എന്ന വ്യക്തി അവിടെ തകരണം. ഞാനില്ല, ഞാൻ പൂജ്യം, ഞാനില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ആത്മീയ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. അഹം ഒരിക്കലും പൊങ്ങി വരാൻ പാടില്ല. അഹം ഭാവം, ഞാൻ എന്ന ഭാവം പൊങ്ങി വരാൻ പാടില്ല. എപ്പോഴും ഓർത്തോളണം, ഞാൻ ശൂന്യം, ഞാൻ ഒന്നുമില്ലാത്തവൻ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശു മാത്രം. വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം എ സീറോ. നമുക്കറിയാമല്ലോ, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഒരു ഹീറോ ആണ്, വീരജേതാവാണ്. പക്ഷേ ക്രിസ്തു ഇല്ലെങ്കിലോ വെറും സീറോ, വെറും പൂജ്യം. ക്രിസ്തു ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും ഉള്ളൂ. ക്രിസ്തു ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വെറും പൂജ്യം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പലർക്കും കിട്ടിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഇന്ന കാര്യങ്ങൾക്ക് എനിക്ക് സാധിക്കും, ഇന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ നല്ലപോലെ നൈപുണ്യമുള്ള ആളാണ്. നമുക്ക് ചില സ്വയം മതിപ്പുകളുണ്ട്. സ്വയം മതിപ്പുകളെല്ലാം താഴെ വയ്ക്കുക. സ്വയം മതിപ്പുകൾ, നമ്മുടെ സെൽഫ് സിഗ്നിഫിക്കൻസ് എല്ലാം താഴെ വയ്ക്കുക. സെൽഫ് ഇമ്പോർട്ടൻസ് എല്ലാം താഴെ വയ്ക്കുക. സെൽഫ് എസ്റ്റിമേഷൻ എല്ലാം താഴെ വയ്ക്കുക. എല്ലാം താഴെ വയ്ക്കുക. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ യേശു ഉള്ളത് കൊണ്ട് മാത്രം. സ്തോത്രം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരോടുമോ? എന്നാൽ നിങ്ങൾക്ക് ജയിക്കാം, നിങ്ങൾക്ക് വളരാം, നിങ്ങൾക്ക് ഉയരാം. എവിടെ ഇപ്പോൾ ഒരു സാക്ഷ്യം പറയുന്നു, എൻ്റെ സാക്ഷ്യം നന്നാവണം. പ്രസംഗം പറയുന്നു, എൻ്റെ പ്രസംഗം നന്നാവണം, അനേകം രക്ഷപ്പെടണം. ആ ചിന്തയിൽ പോലൊരു അഹമുണ്ട്. കർത്താവേ, നിൻ്റെ ഒരു ദാസൻ, നിൻ്റെ ഒരു അടിമ ഇവിടെ നിൽക്കുന്നു, വചനം പറയാനായിട്ട് നിൽക്കുന്നു. കർത്താവേ, എനിക്ക് സ്വന്തമായൊരു വചനമില്ല, സ്വന്തമായി എനിക്ക് ഒന്നുമില്ല, എനിക്കുള്ളതെല്ലാം പാവമാണ്, എനിക്കുണ്ടായെന്ന് ഞാൻ ഭാവിക്കുന്നതെല്ലാം പാവമാണ്, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. കർത്താവേ, നീ ഈ കുഴലിൽ കൂടി നീ ഊതണമേ, ഈ ചെറിയ പൈപ്പിൽ കൂടി നീ ഊതണമേ. കർത്താവേ, ഈ കുഴലിൽ കൂടി നീ ഊതി ജനത്തിന് പാവബോധം കൊടുക്കണമേ. ഇതായിരിക്കണം പ്രാർത്ഥന എപ്പോഴും. ദൈവവേല ചെയ്യുന്നവരെല്ലാം അത് ഓർത്തിരിക്കണം. ഞാൻ ആരുമല്ല, എനിക്കൊന്നുമില്ല, എനിക്കിതിൻ്റെ ക്രെഡിറ്റും വേണ്ട, ഇതിൻ്റെ മേന്മയും വേണ്ട, എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം എല്ലാം ക്രിസ്തുവിനാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് എന്നെ അഭ്യസിപ്പിക്കാൻ ഞാൻ ആത്മീയപിതാവായി കാണുന്ന വിശുദ്ധനായ ദൈവദാസൻ എത്ര പരിശ്രമിച്ചു എന്നോ എനിക്ക് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി. എത്ര പരിശ്രമിച്ചു. എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ചില അവകാശവാദങ്ങളുണ്ടായിരുന്നു, ചില ആത്മീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഒന്ന് ഇണക്കിയെടുക്കാനായിട്ട് ശിക്ഷണം തന്നു, ശാസനം തന്നു, തർജ്ജനം തന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര സ്നേഹത്തോടെ അതേ സമയത്ത് കർക്കശമായിട്ടാണ് എന്നോട് ഇടപെട്ടത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പക്ഷേ ആ കർക്കശമായി ഇടപെട്ടപ്പോഴൊക്കെ ഒരു ഗുണമുണ്ടായിരുന്നു, ഒരു ഭാഗ്യമായിപ്പോയി. ഒരിക്കലും എനിക്ക് എതിര് തോന്നിയില്ല. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നോട് ഇപ്പോൾ കുറ്റം പറയുകയാണോ എന്നൊന്നും തോന്നിയില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് പറഞ്ഞത് സത്യം, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. പറഞ്ഞു തന്നത് സത്യം. എൻ്റെ ജീവിതത്തിൽ ആത്മാവിന് കേടുണ്ട് എന്ന് പറഞ്ഞു തന്നത് സത്യം. എനിക്ക് സ്വയം ഉണ്ട് എന്ന് പറയുന്നത് സത്യം. അതെനിക്ക് മനസ്സിലായി. പക്ഷേ സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പറഞ്ഞയാളോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പറഞ്ഞയാളുടെ സ്വന്തം അഭിപ്രായപ്രകാരം പറഞ്ഞാണെന്ന് എനിക്ക് തോന്നിയില്ല.
ദൈവം കൃപ ചെയ്തു. അപ്പോഴൊക്കെ വിനയപ്പെടാൻ എനിക്ക് സാധിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഈ ഭാഷ, ഈ കാര്യങ്ങൾ മനസ്സിലാകുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം കൃപ ചെയ്ത് വിനയപ്പെട്ട് താണുന്നു. അനേക സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി പോവുകയാണെന്ന് ഞാൻ ഇപ്പോൾ ഇതോട് പറയുന്നില്ല. അനേക സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ എല്ലാം ബലത്തിൽ കർത്താവ് കൃപയാൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തി കൊണ്ടുവന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നതാണ് പത്രോസ് പറഞ്ഞു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പാവങ്ങൾ കൂടെയുള്ളവർ പറഞ്ഞു ഞങ്ങളും പോരുന്നു. നോക്കണേ, ഒരാൾ പഴയതിലേക്ക് തിരികെ പോകുമ്പോൾ കൂടെയുള്ളവർ കൂടെ പഴയതിലേക്ക് തിരിച്ചു പോകും. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ പഴയതിലേക്ക് പോകുന്നെങ്കിൽ നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾക്ക് സ്വാധീനപ്പെടുത്താൻ സാധിക്കുമോ അവരും കൂടി നിങ്ങളുടെ കൂടെ പഴയതിലേക്ക് പോകും. നിങ്ങൾ വീണാൽ നിങ്ങളുടെ ഭാര്യ വീണിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ വീണാൽ ഭർത്താവ് വീണിരിക്കും. ഭാര്യ ഉറച്ചു നിന്നാൽ മാത്രമേ ഭർത്താവ് ഉറച്ചു നിൽക്കുകയുള്ളൂ. അപ്പനും അമ്മയും ഉറച്ചു നിന്നാൽ മാത്രമേ മക്കൾ ഉറച്ചു നിൽക്കുകയുള്ളൂ. ഇന്ന് മക്കളെക്കുറിച്ചുള്ള ആവലാതിയുണ്ട്. മക്കൾ പഠിക്കുന്നില്ല, അവരൊന്നും വായിക്കുന്നില്ല, അവർ ചുമതലാബോധമില്ലാതെ നടക്കുന്നു, അവർ അലസരാകുന്നു, അവർ പല കാര്യങ്ങളിലും ദൈവവിചാരമില്ലാത്തവരായി ജീവിക്കുന്നു. ഇന്ന് പരാതികളുണ്ട്. ഈ പരാതികൾ ഇതെല്ലാം വാസ്തവത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം, ആ പരാതികളെല്ലാം വ്യർത്ഥമാണ്. അപ്പനും അമ്മയും ശരിയായിട്ട് നിന്നാൽ മക്കൾ ശരിയായിരിക്കും, ഉറപ്പാണ്. അപ്പനും അമ്മയും മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ മക്കളും മാനസാന്തരപ്പെട്ടിരിക്കും. ഇത് നിങ്ങളൊരു വാഗ്ദത്തമായിട്ട് എടുത്തുകൊള്ളണേ. ഇത് ഇപ്പോൾ നിങ്ങൾ പലരും പരിഭ്രമിച്ചിരിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെല്ലാം കേൾക്കൂ. നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വിശുദ്ധജനമായി നിൽക്കുമെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തിൻ്റെ പ്രിയജനമായി നിൽക്കുമെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട് നിൽക്കുമെങ്കിൽ തീർച്ചയായും മക്കൾ വഴിതെറ്റി പോവുകയില്ല. അഥവാ വഴിതെറ്റി പോയാലും കർത്താവ് അവരെ ഏതെങ്കിലും തരത്തിൽ ക്ഷാമം കൊടുത്തോ മറ്റേതെങ്കിലും വിധമോ കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരും. ക്ഷാമം കൊടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? മുടിയൻപുത്രൻ തിരിച്ചു വരാൻ കാരണം ക്ഷാമം വന്നതാണ്. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അവന് മുട്ടുണ്ടായി, ഭക്ഷണം കഴിക്കാനില്ല. ആദ്യം ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, അങ്ങ് മേളിച്ചു, സുഖലോലുപനായി ജീവിച്ചു, കൂട്ടുകാർ കൂടി മേളിച്ചു നടന്നു. പക്ഷേ അവൻ്റെ കയ്യിലെ പൈസയെല്ലാം തീർന്നു. ദേശത്ത് ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു, ക്ഷാമം വരണം. നിങ്ങളുടെ മക്കൾക്ക് ക്ഷാമം തന്നാണെങ്കിലും കർത്താവ് അവരെ തിരികെ കൊണ്ടുവരും. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്ഷാമം കൊടുത്താണെങ്കിലും അവളെ തിരികെ കൊണ്ടുവരും. ഭർത്താവിനൊരു ക്ഷാമം കൊടുത്താണെങ്കിലും ഭർത്താവിനെ തിരികെ കൊണ്ടുവരും. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വിശുദ്ധിയോടെ നിൽക്കുക, നിങ്ങൾ തീഷ്ണതയോടെ നിൽക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. ഞാൻ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. നോക്കണേ, പത്രോസ് ഒരാളുടെ പെരുമാറ്റം മൂലം മറ്റുള്ളവരെയും കൂടെ തെറ്റിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞത് എന്താണെന്നു നമുക്കറിയാം. 20-ാം അധ്യായം, 20-ാം അധ്യായത്തിൽ 22-ാം വാക്യം വായിക്കൂ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് പാപമോചനം കിട്ടും, ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നുവോ അവർക്ക് പാപക്ഷമ കിട്ടുകയില്ല. എന്തൊരു വലിയ പദവിയാണ് കൊടുത്തത്! പാപക്ഷമ നൽകാനും പാപമോചനം തടുക്കാനും അതിനുള്ള അധികാരമാണ്, ആത്മാവിൻ്റെ അധികാരമാണ് ഏൽപ്പിച്ചത്. കെട്ടാനും അഴിപ്പാനുള്ള അധികാരമാണ് ഏൽപ്പിച്ചത്. ഈ അപ്പോസ്തലന്മാരുടെ മേൽ ഈ അധികാരം പരിമേലിച്ച് വിട്ടതാണ്. എന്നാൽ പത്രോസ് ഒരാൾ വീണപ്പോൾ പത്രോസിന്മേൽ നിന്ന് അധികാരം പോയി, ഒപ്പം കൂടെയുള്ള 7 പേരിൽ നിന്നും ഈ അധികാരം പോയി, നഷ്ടപ്പെട്ടു. ഒരാൾ വീണ് കഴിയുമ്പോൾ മറ്റുള്ള അനേകം പേരെ വീഴിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് നിൽക്കുന്ന ദൈവമക്കൾ ഞാൻ വീഴാതെ നിൽക്കണം. ഞാൻ വീഴാതെ നിന്നാൽ മാത്രമേ എൻ്റെ കർത്താവിനോട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഒരാൾ വിശ്വസ്തയോടെ നിൽക്കണം, ഞാൻ വിശുദ്ധനായി നിൽക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പൈസയുണ്ട്, സൗകര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചുറ്റുപാടുണ്ട്, വരുമാനമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഗൗരവം മനസ്സിലാവുകയില്ല. എന്നാൽ ക്ഷാമം വരാൻ പോകുന്നു, മറക്കരുത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷാമം വരും. ദൈവം നിങ്ങളെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷാമം വരും. കരുതുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോട് പറഞ്ഞു പോകും. എന്നാൽ ദൈവം നട്ട തൈയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷാമം തരും. ക്ഷാമം തന്ന് ദൈവം നിങ്ങളെ തങ്കിലേക്ക് ആനയിക്കും, തിരിച്ചു കൊണ്ടുവരുത്തും. ക്ഷാമം ഒരുപക്ഷേ രോഗമായിരിക്കാം, ക്ഷാമം ഒരുപക്ഷേ പൈസകളുടെ ഞെരുക്കമായിരിക്കാം, ക്ഷാമം ഒരുപക്ഷേ വീട്ടിലുള്ള കലമ്പലായിരിക്കാം, ക്ഷാമം ഒരുപക്ഷേ ഭർത്താവും ഭാര്യയും എന്നുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം. ക്ഷാമം വരും, ക്ഷാമം. ഈ ക്ഷാമം മാറാൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്ത് ചെയ്യാം? കർത്താവായ യേശുക്രിസ്തു വരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനിക്കുക, കർത്താവേ, എനിക്ക് നിൻ്റെ ഹിതം നിറവേറ്റുക മാത്രം ചെയ്യണം. എന്നെ ഏൽപ്പിച്ചൊരു വലിയൊരു ശുശ്രൂഷയുണ്ട്.
അനേകരുടെ പാപങ്ങൾ പറഞ്ഞു കൊടുത്തവർക്ക് ബോധം വരുത്തുവാനും അനേകരുടെ പാപങ്ങളെക്കുറിച്ച് അവർ അനുഭവിച്ച് ഒരു മനസ്സാന്തരപ്പെടുവാനും തക്കവണ്ണം കർത്താവേ, നിൻ്റെ വചനം പറയാൻ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിൻ്റെ വചനം നീ എൻ്റെ വായിൽ വരച്ച് തന്നിരിക്കുന്നു. എൻ്റെ നാവിൽ നിൻ്റെ വചനം എഴുതി തന്നിരിക്കുന്നു. കർത്താവേ, ഈ വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ കർത്താവേ, ഞാനൊരു കാര്യം ഓർക്കേണ്ടതാണല്ലോ. ഞാൻ തന്നെ വീണുപോകാതെ ഞാൻ നോക്കണമല്ലോ. ഞാൻ തന്നെ അന്യപ്പെട്ടു പോകാതെ ഞാൻ നോക്കണമല്ലോ. കർത്താവേ, നീ എന്നെ കാത്തുകൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ ചെയ്യുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളണം. കർത്താവേ, നിൻ്റെ വചനം ഞാൻ പറയുന്നു. ഈ വചനത്തൊത്തവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചില്ലെങ്കിൽ ഞാൻ വീണുപോകും, ഞാൻ തകർന്നു പോകും, ഞാൻ തള്ളപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരു തീരുമാനം, കാതലായ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ കർത്താവേ, ഞാൻ ഒരിക്കലും പിന്മാറിപ്പോവുകയില്ല. കർത്താവേ, എനിക്ക് സ്വന്തമായ നിലയിൽ കഴിവില്ല. സ്വന്തം നിലയിൽ എനിക്ക് കർത്താവേ നിലനിന്ന് പോകാൻ കഴിവില്ല. ഞാൻ കേവലം ബലഹീനായൊരു മനുഷ്യൻ, ദുർബലനായൊരു മനുഷ്യൻ. എന്നാൽ കർത്താവേ, നിൻ്റെ അമിത കൃപ എൻ്റെ മേൽ പകർന്ന്, അത്ഭുത ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ നിർത്തണമേ. കർത്താവേ, ഈ വയലിൽ എന്നെ നിർത്തണമേ. ഈ വേലസ്ഥലത്ത് എന്നെ നിർത്തണമേ. ഞാൻ വീണുപോകാതെ എന്നെ കാക്കണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ ഓരോരുത്തരും സുവിശേഷകരാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദേശത്തിൻ്റെയും ഭവനത്തിൻ്റെയും കാവൽക്കാരാണ്. നിങ്ങളുടെ ദേശം നശിച്ചാൽ നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങളുടെ സഭ മുടിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങളുടെ കുടുംബം മുടിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങൾ നിസ്സാരമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടവരാണ്. വചനം കേട്ട നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി നിൽക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകരുത്. ഒരു കാരണവശാലും പാവത്തിലേക്ക് തിരിഞ്ഞു പോകരുത്. പാവം അടുത്ത് വരാൻ സമ്മതിക്കരുത്. എൻ്റെ കർത്താവേ, ഞാനിതാ എന്നെ വീണ്ടും നിനക്ക് സമർപ്പിക്കുന്നു. ഞാൻ പുറകോട്ട് പോവില്ല കർത്താവേ, പുറകോട്ട് പോവില്ല കർത്താവേ. ഇനി ഞാൻ മുന്നോട്ട് തന്നെ വരും കർത്താവേ. നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും, നിനക്ക് വേണ്ടി ഞാൻ ഓടും, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. ദൈവത്തോട് വാക്ക് പറയൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് വാക്ക് പറയൂ. കർത്താവേ, എൻ്റെ ജീവിതം ഇപ്പോൾ ഞാൻ ഒരു വ്യവസ്ഥയും കൂടെ അതിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ നാഥ, നിൻ്റെ തൃക്കരൻ്റെ മേൽ വയ്ക്കണമേ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അത്ഭുത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളോട് അവിടുന്ന് ഹൃദ്യമായി ഇടപെടുന്നതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ അവിടുന്ന് ഉണർവ് പകർന്നതിനായി സ്തോത്രം. അനേകരുടെ മേൽ ജീവൻ പകർന്നതിനായി സ്തോത്രം. അനേകരുടെ ഉറക്കം മാറുവാൻ അവിടുന്ന് പ്രവർത്തിച്ചതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തലോടണമേ. എല്ലാവരെയും കർത്താവെ കണ്ണുനീർ തുടച്ച് ആശ്വസിപ്പിക്കണമേ. രോഗങ്ങൾ മാറ്റണമേ. ബാധകൾ നീക്കണമേ. ശാപങ്ങൾ പൊട്ടിച്ചു കളയണമേ. യേശുവേ, ഈ മക്കളെ എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. 12ാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിരയിൽ നിൽപ്പാൻ ഈ മക്കളെ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.